ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 തിങ്കളാഴ്ച. ലോകം അഭിമുഖീകരിക്കുന്ന അവസാന മഹാമാരി ആയിരിക്കില്ല കോവിഡ്-19 എന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ്. ഇത്തരം മഹാമാരികൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് നിയന്ത്രണവിധേയമാക്കാൻ പണം ചെലവഴിക്കുകയും എന്നാൽ അടുത്ത മഹാമാരിയെ നേരിടാൻ തയ്യാറെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയെ ടെഡ്രോസ് അപലപിക്കുകയും ചെയ്തു. കോവിഡ്-19 മഹാമാരിയിൽ നിന്ന് ഒരു പാഠം പഠിക്കേണ്ട സമയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി എന്താണെന്ന് പോലും അറിയാത്തവർ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. നിയമഭേദഗതിയിലൂടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നും മാറ്റങ്ങളുടെ ഫലം വ്യക്തമാക്കാൻ കുറച്ചു സമയമെടുക്കുമെന്നും രാജ്നാഥ് സിംഗ്. അടുത്ത 1.5 വർഷത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ കർഷകർ തയ്യാറാകണമെന്നും നിയമങ്ങൾ ചർച്ചകളിലൂടെ മെച്ചപ്പെടുത്താമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ തട്ടിലും വികസന സ്പർശമേൽക്കണം, ഒരു വിഭാഗത്തിനും വികസനം ലഭ്യമാവാതിരിക്കരുത്. ഇതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KPCCയിൽ നേതൃമാറ്റം ഉണ്ടാവേണ്ട സാഹചര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ 14 ജില്ലകളിലെയും നേതാക്കളുമായി അവലോകന ചർച്ച നടത്തി. നേതൃമാറ്റം ഉണ്ടാവില്ലെന്ന് AICC നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായുള്ള ചർച്ചയിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. നേതൃത്വം നിഷ്ക്രിയമെന്ന ചർച്ചയിൽ പൊതുവികാരം ഉയർന്നു. തെരഞ്ഞെടുപ്പിനാവശ്യമായ മുന്നൊരുക്കമുണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി പ്രചാരണത്തെ ബാധിച്ചു. പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. സാമുദായിക-സാമൂഹിക സംഘടനകളുമായി ചർച്ച നടന്നില്ല. വോട്ട് ചോർച്ച തിരിച്ചറിയാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയർന്നത്. മലങ്കര സഭയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഓർത്തഡോക്സ് പ്രതിനിധികൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയും ഒപ്പമുണ്ടാകും. അടുത്ത ദിവസം യാക്കോബായ പ്രതിനിധികൾക്കും ജനുവരി ആദ്യവാരം കത്തോലിക്ക സഭക്കാർക്കും പ്രധാനമന്ത്രി സമയം അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ 46,116 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4,905 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,976 ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 83 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,307 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 471 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 44 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,463 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 65,169 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: എറണാകുളം 605, കോഴിക്കോട് 579, മലപ്പുറം 517, കോട്ടയം 509, കൊല്ലം 501, പത്തനംതിട്ട 389, തൃശൂർ 384, തിരുവനന്തപുരം 322, കണ്ണൂർ 289, ആലപ്പുഴ 231, വയനാട് 231, പാലക്കാട് 230, ഇടുക്കി 81, കാസർഗോഡ് 37. സംസ്ഥാനത്ത് ഇന്നലെ 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്നലെ 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്ത് നിലവിൽ ആകെ 466 ഹോട്ട്സ്പോട്ടുകൾ. സ്വകാര്യ ലാബുകളിലും ആശുപത്രികളിലും കോവിഡ് പരിശോധനാ നിരക്ക് കേരളവും കുറയ്ക്കുന്നു. പരിശോധനാ കിറ്റുകളുടെയും PPE വസ്ത്രവിലകളും കുറഞ്ഞ പശ്ചാത്തലത്തിലാണിത്. ഒരാഴ്ചയ്ക്കകം പുതിയ നിരക്കുകൾ നിലവിൽ വരും. നിരക്ക് കുറയ്ക്കുമ്പോൾ വില കുറഞ്ഞ പരിശോധനാ ഉപാധികൾ ഉപയോഗിക്കരുതെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകും. 10+2 ക്ലാസുകൾ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള നിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ പരമാവധി 50% കുട്ടികളെ മാത്രമേ സ്കൂളുകളിൽ അനുവദിക്കാൻ പാടുള്ളൂ. ആദ്യത്തെ ആഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ക്ലാസ് ക്രമീകരിക്കണം. ഈ രാക്ഷസ കൊതുകുകൾ
ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കാലാവധി അവസാനിച്ച വാഹനരേഖകൾ പുതുക്കാനുള്ള സമയം 2021 മാർച്ച് 31 വരെ നീട്ടി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഫിറ്റ്നസ്, പെർമിറ്റ് തുടങ്ങി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുതുക്കാൻ അടുത്ത വർഷം മാർച്ച് 31 വരെ സമയം നീട്ടി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. PK ശശിയെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ തീരുമാനം. ഇന്നലെ ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. 2018 നവംബറിലാണ് ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന പരാതിയിൽ PK ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. 2 അംഗ കമ്മീഷനെ വെച്ച് പരാതി അന്വേഷിക്കുകയും തീവ്രത കുറഞ്ഞ വിഷയമാണെന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് പിന്നാലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റും CPMൽ നിന്ന്. പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം പഞ്ചായത്തിലാണ് 21-കാരിയായ രേഷ്മ മറിയം റോയ് പ്രസിഡന്റ് പദം അലങ്കരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു രേഷ്മ മറിയം റോയ്. പാർവതി തിരുവോത്ത് നായികയായ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. ആര്യാടൻ ഷൌക്കത്തിന്റെ തിരക്കഥയിൽ സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത വർത്തമാനം എന്ന സിനിമയ്ക്കാണ് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടത്. JNU സമരം, കശ്മീർ സംബന്ധമായ പരാമർശം എന്നിവ മുൻനിർത്തിയാണ് അനുമതി നിഷേധിച്ചതെന്നാണ് വിവരം. അനുമതി നിഷേധിക്കാനുള്ള കാരണം സെൻസർ ബോർഡ് അംഗവും BJP SC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് V. സന്ദീപ് കുമാർ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കിയതും വിവാദമായിട്ടുണ്ട്. തിരുവനന്തപുരം കാരക്കോണത്ത് ശാഖാകുമാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മക്കൾ വേണമെന്ന് ശാഖാകുമാരി ആവശ്യപ്പെട്ടിരുന്നതാണ് തർക്കത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. ശാഖാകുമാരിയെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തിയ ശേഷം ഷോക്കടിപ്പിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് അരുൺ പോലീസിനോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞായറാഴ്ച വിദേശത്തേക്ക് തിരിച്ചു. യാത്ര എവിടേക്കാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഏതാനും ദിവസം വിദേശത്തായിരിക്കുമെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല അറിയിച്ചു. കോൺഗ്രസിന്റെ 136ാം സ്ഥാപക വാർഷികം ഇന്നായിരിക്കെയാണ് രാഹുലിന്റെ യാത്ര. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തെ തുടർന്ന് ഹൈദരാബാദിൽ ചികിത്സയിലായിരുന്ന നടൻ രജനീകാന്ത് ആശുപത്രി വിട്ടു. ഒരാഴ്ചത്തെ വിശ്രമവും കോവിഡ് വരാതിരിക്കാൻ ശ്രദ്ധയും വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇതോടെ രജനിയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു തുടങ്ങി. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന മുഖപത്രമായ സാമ്ന. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുമ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ എങ്കിൽ അധികം സമയമെടുക്കാതെ നമ്മുടെ രാജ്യത്തു നിന്നും സോവിയറ്റ് യൂണിയനിൽ എന്ന പോലെ സംസ്ഥാനങ്ങൾ വിട്ടുപോകും എന്ന് സാമ്ന എഡിറ്റോറിയൽ. ജീവനക്കാർ കുടിശ്ശിക എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അവരുടെ ഗ്രാറ്റുവിറ്റി തടഞ്ഞുവെക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാം. സുപ്രീംകോടതിയുടേതാണ് നിർണായക വിധി. ജനതാദൾ ദേശീയ പ്രസിഡന്റായി രാജ്യസഭാ MP RCP സിംഗിനെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം തിരഞ്ഞെടുത്തു. നിതീഷ് കുമാറാണ് പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള 6 MLAമാർ JDU വിട്ട് BJPയിൽ ചേർന്നത് ദുഃഖകരമാണ്. ഇത് സഖ്യരാഷ്ട്രത്തിന് നല്ല മാതൃകയല്ലെന്ന് JDU നേതാവ് KC ത്യാഗി പറഞ്ഞു. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളിയും മലയാളിയുമായ അബ്ദുൾ മജീദ് കുട്ടി അറസ്റ്റിൽ. ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിൽ നിന്ന് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ബാധ ആശങ്ക പടർത്തുന്നതിനിടെ ബ്രിട്ടനിൽ നിന്ന് ഹൈദരാബാദ് വിമാനത്താവളം വഴി തിരിച്ചെത്തിയ 279 യാത്രക്കാരെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്ന് തെലങ്കാന ആരോഗ്യവകുപ്പ് അധികൃതർ. തിരിച്ചെത്തിയവരിൽ 184 പേർ നൽകിയ ഫോൺ നമ്പർ തെറ്റാണെന്നും ബന്ധപ്പെടാൻ സാധിക്കാത്ത 279 പേരിൽ 92 പേർ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും തെലങ്കാന പോലീസ് പറഞ്ഞു. ഇന്ത്യയിൽ ഇന്നലെ 20,333 കോവിഡ് രോഗികൾ. മരണം 281.
ഇതോടെ ആകെ മരണം 1,47,940 ഇതുവരെ 1,02,08,725 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 97.81 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 2.76 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,314 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 757 പേർക്കും പശ്ചിമബംഗാളിൽ 1,435 പേർക്കും കർണാടകയിൽ 911 പേർക്കും ആന്ധ്രയിൽ 349 പേർക്കും തമിഴ്നാട്ടിൽ 1,009 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 3,98,293 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,20,706 പേർക്കും ഇംഗ്ലണ്ടിൽ 30,501 പേർക്കും റഷ്യയിൽ 28,284 പേർക്കും രോഗം ബാധിച്ചു. 6,906 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,186 പേരും റഷ്യയിൽ 552 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 8.11 കോടി കോവിഡ് രോഗികളും 17.71 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ബ്രിട്ടീഷ് മരുന്ന് കമ്പനിയായ ആസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ വാക്സിൻ ഗുരുതരമായ കോവിഡ്-19-നെതിരെ 100% ഫലപ്രദമാണെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പാസ്കൽ സോറിയറ്റ്. വാക്സിന് വിജയ ഫോർമുല ഉള്ളതായും അദ്ദേഹം അവകാശപ്പെട്ടു. കോവിഡ്-19 പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച് യൂറോപ്യൻ യൂണിയൻ. ഫൈസർ ബയോടെക് കോവിഡ് വാക്സിൻ വിതരണത്തിന് ഇന്നലെ യൂറോപ്യൻ യൂണിയൻ തുടക്കം കുറിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് നടത്തുന്നതിന് അനുമതി നൽകിയതായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ വിദേശത്തുനിന്നും സൗദിയിലേക്ക് വിമാന സർവീസ് നടത്തുന്ന കാര്യം സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ സർക്കുലറിൽ സൂചന നൽകിയിട്ടില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ആവേശകരമായ മത്സരത്തിൽ കരുത്തരായ ഹൈദരാബാദ് എഫ്സിയെയാണ് ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ടീമിന്റെ വിജയം. ആദ്യ പകുതിയിൽ മലയാളി താരം അബ്ദുൽ ഹക്കുവും രണ്ടാം പകുതിയിൽ ജോർദാൻ മുറേയും ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തു. ഐസിസിയുടെ പതിറ്റാണ്ടിലെ പുരുഷ T20 ടീമിന്റെ നായകൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ MS ധോനി. ധോനിയെ കൂടാതെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ എന്നീ ഇന്ത്യൻ താരങ്ങളും 11-ലുണ്ട്. അതേസമയം പാകിസ്ഥാനിലും ന്യൂസിലാൻഡിലും ഇംഗ്ലണ്ടിലും നിന്ന് താരങ്ങളാരുമില്ല എന്നത് സവിശേഷതയാണ്. ഐസിസിയുടെ പതിറ്റാണ്ടിന്റെ പുരുഷ ഏകദിന ടീമിനും MS ധോനി തന്നെ നായകൻ. പതിറ്റാണ്ടിന്റെ ഏകദിന ടീമിൽ 3 ഇന്ത്യൻ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും റൺ മെഷീൻ വിരാട് കോഹ്ലിയുമാണ് ടീമിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ താരങ്ങൾ. ഐസിസിയുടെ പതിറ്റാണ്ടിന്റെ പുരുഷ ടെസ്റ്റ് ടീം നായകൻ ഇന്ത്യയുടെ വിരാട് കോഹ്ലി. വമ്പൻ ബാറ്റിംഗ് ബൌളിംഗ് നിരയുള്ള 11-ൽ രവിചന്ദ്ര അശ്വിൻ മാത്രമാണ് കോഹ്ലിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.